بسم الله الرحمن الرحيم. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم: رمضان إلى رمضان والجمعة إلى الجمعة والصلاة إلى الصلاة مكفرات لما بينهن إذا اجتنب الكبائر. صدق رسول الله صلى الله عليه وسلم. അള്ളാഹുവിന്റെ അനുഗ്രഹം സദാസമയം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു ഇറക്കിയത് ഈ മാസത്തിലാണ്. മറ്റു മാസങ്ങൾക്കില്ലാത്ത ഒരുപാട് പുണ്യങ്ങൾ, ശ്രേഷ്ഠതകൾ ഈ വിശുദ്ധമായ മാസത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ മാസത്തെ അള്ളാഹുവും റസൂലും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിശുദ്ധമായ റമദാൻ മാസം ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ സമുദായത്തിന് അള്ളാഹു സമ്മാനിച്ച അനുഗ്രഹീതമായ മാസമാണ് ഈ വിശുദ്ധമായ മാസം. ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും മുഴുവൻ പാപങ്ങളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞു പാപക്കറകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട അനുഗ്രഹീതമായ മാസം വിശുദ്ധ റമദാൻ മാസമാണ്. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ രാത്രിക്കും അവസാനത്തെ രാത്രിക്കും ചില പ്രത്യേകതകളുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: വഇന്നല്ലാഹ തആല യൻദുറു ഫീ അവ്വലി ലൈലത്തിൻ മിൻഹു ഇലൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ ആദ്യ രാത്രിയിൽ മുസ്ലിമീങ്ങളിലേക്ക് നോക്കും. അവന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിച്ചവരിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. അല്ലാഹുവിന്റെ ദർശനം ആർക്കെങ്കിലും ലഭിച്ചാൽ, അല്ലാഹുവിന്റെ തിരുനോട്ടം ആർക്കെങ്കിലും ലഭിച്ചാൽ, പ്രവാചകൻ പറയുന്നു: ലം യുഅദ്ദിബുഹു, അവനെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. മാത്രമല്ല വയഗ്ഫിറു ലഹും ഫീ ആഖിരി ലൈലത്തിൻ മിൻഹു, ആ വിശുദ്ധ റമദാനിന്റെ അവസാന രാത്രിയിൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അനുഗ്രഹീതമായ മാസത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു വചനം ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്:
വിശുദ്ധമായ റമദാൻ മാസം ആഗതമായപ്പോൾ പ്രവാചകൻ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു. ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമദാന ലതമന്നതു ഉമ്മത്തി അൻ യകൂന റമദാനു അസ്സനത കുല്ലഹാ. വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ മഹത്വങ്ങൾ അടിമകൾ അറിഞ്ഞിരുന്നെങ്കിൽ, വിശുദ്ധ റമദാൻ മാസത്തിന്റെ ശ്രേഷ്ഠത അടിമകൾ അറിഞ്ഞിരുന്നെങ്കിൽ, വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പവിത്രത അടിമകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ലതമന്നതു ഉമ്മത്തി അൻ യകൂന റമദാനു അസ്സനത കുല്ലഹാ. വർഷം മുഴുവനും റമദാനാകാൻ എന്റെ സമുദായം ആഗ്രഹിക്കുമായിരുന്നെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇത്രയും പുണ്യമുള്ള ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ മാസത്തെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നാം തയ്യാറാവുക. വിശുദ്ധ റമദാന്റെ പവിത്രതയ്ക്ക് കോട്ടം വരുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്. മഹത്തുക്കളൊക്കെ വിശുദ്ധമായ റമദാൻ മാസം ആഗതമായാൽ കുടുംബക്കാരെ ഒരുമിച്ച് കൂട്ടി റമദാനെ ബഹുമാനിക്കാനും ആദരിക്കാനും വിശുദ്ധമായ റമദാനിൽ ഇബാദത്തുകൾ കൊണ്ട് സജീവമാകാനും ഉപദേശിക്കുമായിരുന്നു. മഹാനായ മുഅ്തമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വിശുദ്ധമായ റമദാൻ മാസം ആഗതമായാൽ എന്റെ പിതാവ് വീട്ടിലുള്ളവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ പറയും, ഖൂമൂ ഫലഅല്ലക്കും ലാ തുദ്രികൂഹു ബഅദ ആമിക്കും ഹാദാ. കുടുംബക്കാരെ, നിങ്ങളെല്ലാവരും എഴുന്നേൽക്കുക, ഇബാദത്തിന് വേണ്ടി സജ്ജരാവുക. ഒരുപക്ഷെ അടുത്ത റമദാൻ വരുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കണമെന്നില്ല, അടുത്ത റമദാൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ആഗതമായ റമദാനിൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്ന് മഹാൻ കുടുംബക്കാരോട് ഉപദേശിക്കുമായിരുന്നു എന്ന് മഹാനായ മുഅ്തമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ മാസപ്പിറവി കണ്ടാൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് ഇപ്രകാരം പറയുമായിരുന്നു, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ റബ്ബുകല്ലാഹ്. ചില റിപ്പോർട്ടുകൾ കാണാൻ കഴിയും, ഹിലാലു ഖൈരിൻ വറുഷ്ദ്, ഹിലാലു ഖൈരിൻ വറുഷ്ദ്, ഹിലാലു ഖൈരിൻ വറുഷ്ദ് 3 പ്രാവശ്യം പറയും. ശേഷം ആമന്തു ബില്ലാഹില്ലദീ ഖലഖക്, ഇങ്ങനെ പ്രവാചകൻ ദുആ ചെയ്യുന്നതായി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇപ്രകാരം പറയും, യാ അയ്യുഹന്നാസ് ഇന്നഹു ഇദസ്തഹല്ല ശഹ്റു റമളാൻ. അല്ലയോ ജനങ്ങളെ, വിശുദ്ധമായ റമളാൻ മാസം ആഗതമായാൽ ഫുതിഹത് അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഅബ്വാബുർ റഹ്മാ, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അനുഗ്രഹീതമായ വിശുദ്ധമായ റമദാൻ ആഗതമാകുന്നതോടുകൂടെ അല്ലാഹു അവന്റെ അടിമകളുടെ മേൽ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കരുണ ചെയ്യുന്ന ഈ അനുഗ്രഹീതമായ മാസത്തിൽ പാവങ്ങളോട്, പട്ടിണി പാവങ്ങളോട് കരുണ കാണിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. സഹജീവികളോട് കരുണ കാണിക്കണം. ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം. ഭൂമിയിലുള്ള സഹജീവികളോട് നിങ്ങൾ കരുണ കാണിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യുമത്രേ, മലക്കുകൾ നിങ്ങൾക്ക് കരുണ ചെയ്യും, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ മാസത്തിൽ കാരുണ്യത്തോടെ സഹവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഅബ്വാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറക്കുന്നതാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമാ. വഉല്ലിഖത് അബ്വാബുൻ നാർ,
നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുന്ന മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു വിശുദ്ധമായ മാസത്തിൽ ഒരുപാട് അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ നമ്മയും കുടുംബത്തെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വസുൽസിലത്തിശ് ശയാതീൻ, പിശാചിനെ ബന്ധിപ്പിക്കപ്പെടുന്ന മാസമാണ്. പിശാചിനെ അല്ലാഹു ചങ്ങലക്കിടുന്ന മാസമാ. വിശുദ്ധമായ റമളാൻ മാസം ആഗതമായാൽ അല്ലാഹു പിശാചിനെ ചങ്ങലക്കിടും. മറുകിട മുഷ്ടികളായ പിശാചുക്കൾക്ക് മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ വഴിതെറ്റിക്കാൻ, അവരെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. വിശുദ്ധമായ റമളാനിന്റെ പവിത്രതയാണ്. ഒരു മാസത്തിനുമില്ലാതെ ഒരു പ്രത്യേകതയാണ് വിശുദ്ധമായ റമളാനുള്ളത്. റമളാൻ ആഗതമായാൽ അല്ലാഹു സ്വർഗത്തിന്റെ കവാടം തുറന്ന് നരകത്തിന്റെ കവാടങ്ങൾ അടച്ച് പിശാചിനെ ചങ്ങലക്കിടുന്ന അനുഗ്രഹീതമായ മാസമാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വകാന ലില്ലാഹി അസ്സ വജൽ ഇൻദ കുല്ലി ഫിത്ർ ഉതഖാ മിനൻ നാർ. വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ഓരോ നോമ്പ് തുറക്കുമ്പോഴും അല്ലാഹു ഒരുപാട് ആൾക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് അല്ലാഹു പ്രത്യേകമായ നരകമോചനം നൽകും. മറ്റുള്ള നോമ്പുകൾക്കുള്ള പ്രത്യേകതയല്ല, മറ്റുള്ള നോമ്പുകൾക്ക് ഈ പ്രത്യേകതയില്ല. വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ മാത്രം പ്രത്യേകതയാ. അല്ലാഹു നരകമോചനം നൽകുമാറാകട്ടെ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഈ അനുഗ്രഹീതമായ മാസത്തിൽ നരകമോചനം ലഭിക്കുകയും സ്വർഗപ്രവേശനം ലഭിക്കുകയും ചെയ്യുന്ന നല്ല നല്ല അമലുകൾ നാം ചെയ്യണം. ഇബാദത്തുകൾ വ്യാപൃതരാകണം. ഇബാദത്തുകൾ ചെയ്യാൻ മത്സരിക്കണം. വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് നമ്മൾ കൈകടത്തരുത്. അങ്ങനെ നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തരുത്. പകലന്തിയോളം കഷ്ടപ്പെട്ട് നോമ്പ് അനുഷ്ഠിച്ചിട്ട് നരകത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. നമ്മുടെ ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് ഓഹരി ചെയ്തു കൊടുക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹു കാക്കുമാറാകട്ടെ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വനാദാ മുനാദിൻ കുല്ല ലൈലത്തിൻ, വിശുദ്ധ റമളാനിന്റെ എല്ലാ രാത്രിയിലും ഒരു മലക്ക് വിളിച്ചു പറയും, അല്ലാഹുമ്മ അഅതി കുല്ല മുംസികിൻ തലഫാ വഅതി കുല്ല മുഫികിൻ ഖലഫാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅതി കുല്ല മുംസികിൻ തലഫാ, നീ നൽകിയ സമ്പത്തിൽ നിന്നും ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ച് പിടിച്ചു വയ്ക്കുന്നവന് സർവനാശവും നൽകണേ അല്ലാ. എല്ലാ രാത്രിയിലും ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. സമ്പത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രം അല്ലാഹു സമ്പത്ത് നൽകും. ആ അല്ലാഹു നൽകിയ സമ്പത്തിൽ പാവങ്ങൾക്ക് കൂടി ഒരു അവകാശമുണ്ട്. ആ അവകാശം കൊടുക്കാതെ നീ പിശുക്ക് കാണിച്ചു വെക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരാൾ അല്ലാഹു നൽകിയതിൽ നിന്നും ചെലവഴിച്ചാൽ അവന്റെ സമ്പത്തിന് ഒരു കുഴപ്പവുമില്ല. അല്ലാഹു വാരിക്കോരി നൽകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു നൽകിയ സമ്പത്ത് ചെലവഴിക്കാൻ തൗഫീഖ് നൽകട്ടെ. വീണ്ടും മലക്ക് വിളിച്ചു പറയും, വഅതി കുല്ല മുഫികിൻ ഖലഫാ, അല്ലാഹുവേ, നീ നൽകിയ
സമ്പത്തിൽ നിന്നും പാവങ്ങൾക്ക് കൊടുക്കുന്നവൻ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുന്നവൻ, യതീമുകളെ സഹായിക്കുന്നവൻ, അഗതികളെ സഹായിക്കുന്നവൻ, അനാഥകളെ സഹായിക്കുന്നവൻ, അവർക്ക് നീ പകരം നൽകണേ അല്ലാ. ഇങ്ങനെ മലക്ക് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കൺമുന്നിൽ എത്രയോ പാവങ്ങളുണ്ട്, എത്രയോ പട്ടിണി പാവങ്ങളുണ്ട്, എത്രയോ രോഗികളുണ്ട്, വീടില്ലാത്തവരുണ്ട്, പുര നിറഞ്ഞു നിൽക്കുന്ന പെൺമക്കളെ കെട്ടിച്ചഴിക്കാൻ നിർവാഹമില്ലാത്തവരുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ, നിനക്കല്ല നൽകിയ സമ്പത്തിൽ നിന്നും ഒരംശം പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ നീ നൽകണേ. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ വിശുദ്ധമായ റമദാൻ മാസം വിട പറഞ്ഞ് ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ, ശവ്വാൽ മാസം ആഗതമായാൽ മലക്കുകൾ മുഅ്മിനീങ്ങളോട് വിളിച്ചു പറയും, അനിഗുദു ഇലാ ജവായിസിക്കും, അല്ലാഹുവിൽ നിന്നുള്ള പാരിതോഷികം വാങ്ങിക്കാൻ വേണ്ടി പ്രഭാതത്തിൽ തന്നെ നിങ്ങളെല്ലാവരും മുസല്ലയിലേക്ക്, നിസ്കാര സ്ഥലങ്ങളിലേക്ക് വരിക എന്ന് മലക്കുകൾ വിളിച്ചു പറയും. വഅകല്ലുമാ യുജാസാ ബിഹി റജുലു അൻ യുക്തബ ലഹു അൽഫു അൽഫി ഹസനത്തിൻ വയുംഹാ അൻഹു അൽഫു അൽഫി സയ്യിഅത്തിൻ. ഒരാൾക്ക്, ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന പാരിതോഷികങ്ങളിൽ ഏറ്റവും ചെറിയ പാരിതോഷം അൻ യുക്തബ ലഹു അൽഫു അൽഫി ഹസന, 10 ലക്ഷം നന്മകൾ അവന് വേണ്ടി രേഖപ്പെടുത്തലാണ്. മാത്രമല്ല വയുംഹാ അൻഹു അൽഫു അൽഫി സയ്യിഅ, 10 ലക്ഷം തിന്മകൾ അവനെ തൊട്ട് മായ്ച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്ന ഈ ഉന്നതമായ പ്രതിഫലം കരസ്ഥമാകുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ രാത്രിക്കും അവസാനത്തെ രാത്രിക്കും ചില പ്രത്യേകതകളുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഇന്നല്ലാഹ തആല യൻളുറു ഫീ അവ്വലി ലൈലത്തിൻ മിൻഹു ഇലൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ ആദ്യ രാത്രിയിൽ മുസ്ലിമീങ്ങളിലേക്ക് നോക്കും. അവന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിച്ചവരിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. അല്ലാഹുവിന്റെ ദർശനം ആർക്കെങ്കിലും ലഭിച്ചാൽ, അല്ലാഹുവിന്റെ തിരുനോട്ടം ആർക്കെങ്കിലും ലഭിച്ചാൽ, പ്രവാചകൻ പറയുന്നു, ലം യുഅദ്ദിബുഹു, അവനെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. മാത്രമല്ല വയഗ്ഫിറു ലഹും ഫീ ആഖിരി ലൈലത്തിൻ മിൻഹു, ആ വിശുദ്ധ റമദാനിന്റെ അവസാന രാത്രിയിൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അനുഗ്രഹീതമായ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകും. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപം തേടിയാൽ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. നമുക്കല്ല പുറത്തു തരും. നമ്മെ അല്ലാഹു ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമദാനിന്റെ എല്ലാ ദിവസവും 3 പ്രാവശ്യം അല്ലാഹു വിളിച്ചു പറയും, ഹൽ മിൻ സായിലിൻ ഫൗതി, ചോദിക്കുന്നവരുണ്ടോ? അവനെന്ത് ചോദിച്ചാലും അവന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകും. അവൻ എന്തെന്നോട് ആവശ്യപ്പെട്ടാലും ഞാൻ നൽകുമെന്ന് അല്ലാഹു വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ അല്ലാഹുവിനോട് നാം എന്താവശ്യപ്പെട്ടാലും അല്ലാഹു നൽകും. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. നമ്മെ അല്ലാഹു നിരാശപ്പെടുത്തുകയില്ല. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കും. പുതിയ മനുഷ്യനാക്കി അല്ലാഹു നമ്മെ സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തും നമുക്ക് തരാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിശുദ്ധ റമദാൻ മാസത്തിന്റെ എല്ലാ ദിവസവും അല്ലാഹു 3 പ്രാവശ്യം ഇപ്രകാരം വിളിച്ചു പറയും, ഹൽ മിൻ സായിലിൻ ഫഉതീഹി സുആല, ചോദിക്കുന്നവരുണ്ടോ? അവന് ഞാൻ നൽകാം. എന്ത് ചോദിച്ചാലും അവന് ഞാൻ നൽകും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും.
ഈ അനുഗ്രഹീതമായ വിശുദ്ധമായ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് സ്വീകരിക്കപ്പെടുന്ന തള്ളിക്കളയാത്ത ഒരു പ്രാർത്ഥനയുടെ സമയമുണ്ട്. വിശുദ്ധ റമദാനിൽ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അള്ളാഹുവിനോട് എന്ത് ആവശ്യപ്പെട്ടാലും അള്ളാഹു അത് സ്വീകരിക്കും. എന്നാലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ഒരു പ്രാർത്ഥനയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലിസ്സായിമി ഇൻദ ഫിത്രിഹി ദഅവത്തുൻ മാ തുറദ്ദു. നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്ത് തള്ളപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ആ സമയത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും സമയം ചെലവഴിക്കാതെ, പാഴ് വർത്തമാനങ്ങളിലും വിനോദങ്ങളിലും സമയം കളയാതെ, ആ സമയത്ത് ദിക്റുകൾ ചൊല്ലി, തസ്ബീഹുകൾ ചൊല്ലി, ഉടമസ്ഥനായ റബ്ബിനോട് മുഴുവൻ കാര്യങ്ങളും ആവശ്യമുള്ളതെല്ലാം അള്ളാഹുവിനോട് പറയണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലിസ്സായിമി ഇൻദ ഇഫ്താരിഹി ദഅവത്തുൻ മുസ്തജാബ. നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്ത് സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അന്നേരത്തുള്ള പ്രാർത്ഥനയെ അള്ളാഹു തള്ളിക്കളയുകയില്ല. ഇങ്ങനെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഇതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് തുറന്നാൽ ദഅഹലഹു വലദഹു വദഅ. മഹാനവറുകൾ കുടുംബക്കാരെ വിളിച്ച്, മക്കളെ വിളിച്ചിരുത്തി മഹാനവറുകൾ ദുആ ചെയ്യുമായിരുന്നു. മുഅ്മിനീങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബജീവിതം, മഹത്തുക്കളുടെ കുടുംബജീവിതം ഇങ്ങനെയായിരുന്നു. നോമ്പ് കാലത്തിൽ പോലും കുടുംബത്തിൽ ആത്മീയ ബോധം ഉണ്ടാക്കാൻ അവർ പരിശ്രമിച്ചിരുന്നു. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ മാസത്തിൽ 4 കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാന. ശഅബാൻ മാസത്തിലെ അവസാനത്തെ ദിവസത്തിൽ അഥവാ റമദാൻ മാസത്തിന്റെ തലേ ദിവസം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ മദീന പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. ഫഖാല യാ അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ശഹ്റുൻ അദീം. അല്ലയോ ജനങ്ങളെ, സ്വഹാബത്തെ, മഹത്വമായ ഒരു വിശുദ്ധമായ മാസം നിങ്ങളിലേക്ക് അടുത്തിരിക്കുകയാണ്. ഷഹ്റുൻ മുബാറകുൻ, ആ മാസം അനുഗ്രഹീതമായ മാസമാണ്. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്ർ. ആ മാസത്തിൽ 1000 മാസത്തെക്കാളും ഉത്തമമായ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയിലുള്ള ഇബാദത്ത് 1000 മാസം നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും പുണ്യമാണ്. ആ ദിവസമാണ് ലൈലത്തുൽ ഖദർ. ശഅബാൻ 15 രാവിലാണ് ഒരു വർഷത്തേക്കുള്ള അടിമകളുടെ മുഴുവൻ കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കുന്നത്. ഒരു മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങളും ഈ ബറാഅത്ത് രാവിൽ അള്ളാഹു തീരുമാനിക്കുകയും അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി മലക്കുകളെ അള്ളാഹു ഏൽപ്പിക്കുന്ന പുണ്യമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി. ആ അനുഗ്രഹീതമായ രാത്രി ലഭിക്കുന്ന, ആ ഉത്തമമായ രാത്രി ലഭിക്കുന്ന മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ പുണ്യമായ രാവിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജഅലല്ലാഹു സിയാമഹു ഫരീദ. ആ മാസത്തിലെ നോമ്പിനെ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. വഖിയാമ ലൈലിഹി തതവ്വ. ആ വിശുദ്ധമായ റമദാനിന്റെ രാവുകളിലെ നിസ്കാരം, അത് സ്വലാത്തു തറാവീഹ് അല്ലാഹു സുന്നത്താക്കിയിരിക്കുന്നു. ഒരുപാട് മഹത്വമുള്ള നിസ്കാരമാ വിശുദ്ധമായ റമദാനിന്റെ രാവുകളിലുള്ള സ്വലാത്തു തറാവീഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും തറാവീഹ് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലത്തെ കുറിച്ച് സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്.
തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് ഉപദേശം നൽകുകയാണ്. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിൻ ഖൈർ, ഈ വിശുദ്ധമായ മാസത്തിൽ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ, ഒരു സുന്നത്ത് ചെയ്താൽ, കമൻ അദ്ദാ ഫരീദത്തൻ ഫീമാ സിവാഹു, മറ്റു മാസങ്ങളിൽ ഒരു ഫർള് നിർവഹിച്ച പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. വഹുവ ശഹ്റു സുബ്ർ, ഇത് ക്ഷമയുടെ മാസമാണ്. വസ്സുബ്ർ സവാബുഹു അൽ ജന്ന, ക്ഷമിക്കുന്നതിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു. അല്ലാഹുവിന്റെ കൂടെയാവാൻ കഴിയുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വശഹ്റുൽ മുവാസാത്ത്, ഈ മാസം സമാധാനത്തിന്റെ മാസമാണ്. വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിനി, ഈ മാസത്തിൽ വിശ്വാസിയുടെ ഭക്ഷണത്തിൽ വിശാലത വർധനവ് ചെയ്യപ്പെടുന്നു. മൻ ഫത്തറ ഫീഹി സ്വായിമൻ, ആരെങ്കിലും ഈ മാസത്തിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ, കാന ലഹു മഗ്ഫിറത്തുൻ ലിദുനൂബിഹി വഇത്ഖ റഖബതിഹി മിനൻ നാർ വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഉൻ. ആരെങ്കിലും ഈ വിശുദ്ധമായ മാസത്തിൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അത് അവന്റെ പാപമോചനത്തിന് കാരണമാണ്. വഇത്ഖ റഖബതിഹി മിനൻ നാർ, അത് അവന്റെ നരകമോചനത്തിനും കാരണമാ. മാത്രമല്ല, നോമ്പ് തുറപ്പിക്കപ്പെട്ടവന്റെ പ്രതിഫലത്തിൽ നിന്നും ഒന്നും ചുരുങ്ങാതെ കുറയാതെ നോമ്പ് തുറപ്പിച്ചവനും ആ പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ലൈസ കുല്ലുനാ യജിദു മാ യുഫത്തിറു സായിമ, ഞങ്ങൾ എല്ലാവർക്കും നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുകയില്ലല്ലോ നബിയെ. ഞങ്ങളിൽ പലരും പാവങ്ങളാണല്ലോ നബിയെ, ഞങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ലാത്തവരാണ് നബിയെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ആവരാതി പറഞ്ഞപ്പോൾ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുഅ്തില്ലാഹു ഹാദാ സവാബ്, അല്ലാഹു ഈ പ്രതിഫലം നൽകും. മൻ ഫതറ സ്വായിമൻ അലാ മറഖത്തി ലബൻ ഔ തംറത്തിൻ ഔ ശർബത്തി മാ, വെള്ളം കലർത്തിയ പാലുകൊണ്ട് ആരെങ്കിലും നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക. ലബൻ എന്ന് പറഞ്ഞാൽ വെള്ളം കലർത്തിയ പാലാണ്. ഔ തംറത്തിൻ, അല്ലെങ്കിൽ ഒരു കാരക്ക കൊണ്ട് നോമ്പ് തുറപ്പിക്കുക. ഔ ശർബത്തി മാ, അല്ലെങ്കിൽ ഒരിറക്ക് വെള്ളം കൊണ്ട് ഒരു നോമ്പുകാരനെ തുറപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഈ വലിയ പ്രതിഫലം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ ചിന്തിക്കുക, ഒരിറക്ക് വെള്ളം കൊടുത്തെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹു നൽകുന്ന പ്രതിഫലം. ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ വെള്ളം കലർത്തി അല്പം പാല് അല്ലാഹു നൽകുന്ന വലിയൊരു പ്രതിഫലമല്ലേ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമൻ അസ്ബഅ സായിമാ സഖാഹുല്ലാഹു മിൻ ഹൗലി ലാ യദ്മഉ ബഅദാ ഹത്താ യദ്ഖുലൽ ജന്ന. ആരെങ്കിലും നോമ്പുകാരന്റെ വയറ് നിറച്ചാൽ, നോമ്പുകാരന് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്താൽ, സഖാഹുല്ലാഹു മിൻ ഹൗലി ശുർബ, അല്ലാഹു എന്റെ ഹൗദിൽ നിന്നും എന്റെ ജലാശയത്തിൽ നിന്നും അവനെ കുടിപ്പിക്കുന്നതാ. ഹൗദുൽ കൗസറിന്റെ വെള്ളം അല്ലാഹു അവന് നൽകുന്നതാ. ഹൗദുൽ കൗസറിലെ വെള്ളം കുടിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അവന് ദാഹമുണ്ടാവുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനൻ നാർ. ഇതിലെ ആദ്യത്തെ 10 തുടക്കം കാരുണ്യത്തിന്റെ തുടക്കമാണ്.
ഇതിന്റെ രണ്ടാമത്തെ 10 മദ്യം പാപമോചനത്തിന്റെ 10 ഈ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ഭാഗം, അവസാനത്തെ 10 എഴുത്തുക്കും മിനന്നാർ നരകമോചനത്തിന്റെ 10. അതുകൊണ്ട് നിങ്ങൾ ഈ വിശുദ്ധമായ മാസത്തിൽ 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. ഖസ്ലതൈനി തുർലൗന ബിഹിമാ റബ്ബക്കും, 2 കാര്യം അതുകൊണ്ട് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയും. വഖസ്ലതൈനി ലാ ഗിനാ ബിക്കും അൻഹുമാ, മറ്റ് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ്. അങ്ങനെ മൊത്തം 4 കാര്യങ്ങൾ നിങ്ങൾ ഈ റമദാനിൽ ഈ വിശുദ്ധമായ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫഅമ്മൽ ഖസ്ലതാനി ലതാനി തുർലൗന ബിഹിമാ റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളുമില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വർദ്ധിപ്പിക്കലാണ്. 2 വതസ്തഗ്ഫിറൂനഹു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലലാണ്. ഷഹാദത്ത് കലിമ വർദ്ധിപ്പിക്കുകയും ഇസ്തിഗ്ഫാർ ചെല്ലലുമാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയും. ഭൂമി ലോകത്തെ ഏറ്റവും വലിയ സുന്ദരമായ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്, അള്ളാഹുവേ, ഭൂമിയിൽ ആരും ഇതുവരെയും പറയാത്ത ആർക്കും അറിയാത്ത ഒരു ദിക്ർ, നിന്നിലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു ദിക്ർ പറഞ്ഞു തരണം. ഈ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞു, മൂസാ നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലാൻ പറഞ്ഞു. മൂസാ നബി അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഇത് ആദം നബി മുതലുള്ള മുഴുവൻ പ്രവാചകന്മാരും സത്യവിശ്വാസികളും പറയുന്ന ദിക്റാണല്ലോ. അതുകൊണ്ട് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊരാളും ചൊല്ലാത്ത, ഒരാൾക്കും അറിയാത്ത ഒരു ദിക്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. സയ്യിദുനാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്, മൂസാ നബിയെ, 7 ആകാശവും 7 ഭൂമിയും ഒരു തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ ലമാല ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച ആ തട്ടിന് ഭാരം കൂടുതലായിരിക്കും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവർ. അതുകൊണ്ട് മൂസാ നബിയെ ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വ അമ്മല്ലത്താനി ലാ ഗിനാ ബിക്കും അൻഹുമാ, മറ്റു 2 നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റു 2 കാര്യങ്ങൾ. അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കണം. റബ്ബേ, സ്വർഗം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ ദിവസം 3 പ്രാവശ്യം സ്വർഗം തരണേ എന്ന് ചോദിച്ചാൽ സ്വർഗം റബ്ബിനോട് പറയും, അള്ളാഹുവേ, ആ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് സ്വർഗം പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വതതഅവ്വദൂന ബിഹി മിനന്നാർ, അള്ളാഹുവിനോട് നരകമോചനം തേടുക. ഒരു മനുഷ്യൻ 3 പ്രാവശ്യം നരകമോചനം തേടിയാൽ നരകം അള്ളാഹുവിനോട് പറയും, റബ്ബേ, എന്നിൽ നിന്നും ആ മനുഷ്യന് നീ അഭയവും കാവൽ നൽകുക എന്ന് പറയുമത്രേ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ പ്രവേശനവും നരകമോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ എല്ലാ ദിവസവും കിട്ടുന്ന സമയങ്ങളിലൊക്കെ നാം ചെല്ലേണ്ട ദിക്റാണ്. വളരെ അധികരിപ്പിക്കൽ സുന്നത്താണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ 10 അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്നും, രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നും, മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ മൂന്നാമത്തെ 10 പ്രത്യേകമായി അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളത്. ലൈലത്തുൽ ഖദർ ആയാൽ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് നബിയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്ർ ചൊല്ലാനാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് കൽപ്പിച്ചത്.